സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. രണ്ടാമത്തെ പാർട്ടിലെ ആദ്യത്തെ ചോദ്യമാണ്, ആക്ടിവിറ്റി 5 എന്താണ് പറയുന്നത് നോക്കാം. എ കുടുംബശ്രീ took unit loan of ₹4,80,000 from a cooperative bank of period 1 year to start a computer institute. The bank collects 6.14% interest on 1 year. They spend 60% of the amount to buy computer and rest to buy the furniture. ബാക്കിയുള്ളത് to buy the furniture. What is a fraction corresponding to 6/1/4%? ഈക്വൽ ആയിട്ടുള്ളത് ഏത്? നിങ്ങൾ നോർമൽ ഫ്രാക്ഷനിലൂടെയൊക്കെ മാറ്റി നോക്കിയാൽ മതി. 6/1/4 ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? 6×4 = 24 25/4 ആണ്. ബൈ 100 വരും പെർസെൻറ്റേജ് ആയതുകൊണ്ട്. ഇപ്പോൾ 25/4 ബൈ 100 ഇൻറ്റു ചെയ്യുമ്പോൾ 1/100. എന്താണ് ആൻസർ വരിക? 25-ൽ 100 4 ടൈംസ് പോവും. അപ്പോൾ 1/4 ഇൻറ്റു 1/4 ദാറ്റ് ഈസ് 1/16. 1/16. ഓക്കെ. ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് എമൗണ്ട് ഈസ് സ്പെൻഡ് ടു ബൈയിങ് കമ്പ്യൂട്ടേഴ്സ്? കമ്പ്യൂട്ടർ വാങ്ങാൻ എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, 60% ഓഫ് ദ എമൗണ്ട് ടു ബൈ കമ്പ്യൂട്ടർ. 60% കമ്പ്യൂട്ടർ വാങ്ങിക്കാനാണ് ചെലവഴിച്ചത്. ഏതിൻ്റെ 60%? 4,80,000-ൻ്റെ 60%. കാണാൻ അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. 4,80,000-ൻ്റെ 60% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 0 ക്യാൻസൽഡ്, 0 ക്യാൻസൽഡ്. ബാക്കി വരുന്ന 48,000-നെ 6 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചോളാം. വീഡിയോയുടെ ലെങ്ത് കുറക്കണ്ടിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല, സമയം കുറച്ച് കൂടും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് യൂസ്ഡ് ഫോർ ബൈയിങ് കമ്പ്യൂട്ടർ ആൻഡ് ഫർണിച്ചർ? കമ്പ്യൂട്ടർ വാങ്ങിക്കാനും അതേപോലെ തന്നെ ഫർണിച്ചർ വാങ്ങിക്കാനും ഉപയോഗിച്ച എമൗണ്ടിൻ്റെ ഡിഫറൻസ് വെച്ചാൽ കുറയ്ക്കുക. അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചോളൂ. അപ്പോൾ കമ്പ്യൂട്ടർ വാങ്ങിക്കാനുള്ള എമൗണ്ട് ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. പിന്നെയോ അതേപോലെ തന്നെ ബാക്കിയുള്ളത് എന്ത് വാങ്ങിക്കാനും ഉപയോഗിച്ച്? ഫർണിച്ചർ വാങ്ങിക്കാൻ. അപ്പോൾ 60% ഇവിടെ 60% കമ്പ്യൂട്ടറിനാണെങ്കിൽ ബാക്കി റെസ്റ്റ് 40% അല്ലേ? 40% ഫർണിച്ചറിന് ഉണ്ടാവുക. അപ്പോൾ 4,80,000-ൻ്റെ 40% കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വേറൊരു ആൻസർ കിട്ടും. എന്നിട്ട് ഈ 2 ആൻസറും കൂടി എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ അതിന് ഉത്തരം കിട്ടും. ഇനി അതിൻ്റെ എളുപ്പ വഴി എന്ന് പറയുന്നത്, ഈ 60-ൻ്റെയും 40-ൻ്റെയും ഡിഫറൻസ് 20 അല്ലേ? അപ്പോൾ ഓൾറെഡി 4,80,000-ൻ്റെ 20% നേരിട്ട് കണ്ടുപിടിച്ചാലും മതി. നിങ്ങൾക്ക് ഏതാണോ അപ്പം മനസ്സിലാകുന്നത്, ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത്, ആ മെത്തേഡ് ചെയ്താൽ മതി. 2 മെത്തേഡിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഒന്നും ഓടാത്തവർ കത്താത്തവർ എന്ത് ചെയ്യാം? ഈ മെത്തേഡിൽ ആദ്യം 60% കണ്ടുപിടിക്കുക, പിന്നെ 40% കണ്ടുപിടിക്കുക, രണ്ടും കൂടി കുറക്കുക. അത്രേ ഉള്ളൂ. കൂടുതൽ ഡിസ്കഷൻസ് ഒന്നുമില്ല. ഓക്കെ. ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഇൻ ദ ബാങ്ക് ആഫ്റ്റർ 1 ഇയർ? 1 ഇയർ കഴിഞ്ഞിട്ട് എത്ര രൂപ തിരിച്ചടക്കണം? അതിന് ഇൻട്രസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ പറയുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് പറയുന്നുണ്ടല്ലോ. 6/1/4% ഇൻട്രസ്റ്റ്. 6/1/4% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. 6/1/4% എന്ന് പറഞ്ഞാൽ 25/4%. അപ്പോൾ 4,80,000-ൻ്റെ 25/4% എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4,80,000 ഇൻറ്റു 25/4. ഈ 100-നെ 100/1 എഴുതിയാൽ തലയിടിച്ചിട്ട് ഗുണിക്കുമ്പോൾ 1/100 എന്നുള്ള ആൻസർ കിട്ടും. ഇവിടെ എന്താ സംഭവിക്കുക? 25-നെ 100-ൽ എത്ര ടൈംസ് പോവും? 4 ടൈംസ് പോവും. അപ്പോൾ 4,80,000
ഇൻറ്റു ഇവിടെ 1 ആയിട്ട് മാറും 1/4 ഇൻറ്റു 1/4 അതായത് 1/16 കിട്ടും. അപ്പം 4,80,000 ഇൻറ്റു 1/16. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ 4,80,000 ഡിവൈഡഡ് ബൈ 16 എത്രയാണ് വരുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് അതിൻ്റെ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. 48-ന് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഹരിച്ചു നോക്കിയാൽ മതി. 4,80,000 മുകളിലുള്ള 4,80,000 ഡിവൈഡഡ് ബൈ 16 എന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും. ഇവിടെ 48-ൽ എത്ര ടൈംസ് പോകും നോക്കിയേ. 48-ൽ 16 3 ടൈംസ് പോകും. പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 പൂജ്യം. 1 2 3 4 പൂജ്യം. ആൻസർ എത്ര കിട്ടുക? 30,000 രൂപ കിട്ടും. അപ്പം എത്ര രൂപ തിരിച്ചടക്കണം? ഈ പറയുന്ന 4,80,000 അതിൻ്റെ കൂടെ വീണ്ടും ഒരു 30,000 ഇൻട്രസ്റ്റ് വെച്ച് തിരിച്ചടക്കണം. അപ്പോൾ എപ്പോഴും ആലോചിച്ചോളൂ, അവിടുത്തെ കോൺസെപ്റ്റ് പഠിച്ചോളൂ. ബാങ്കിൽ തിരിച്ചടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടും പ്ലസ് ഇൻട്രസ്റ്റ് ആയി, എന്നിട്ട് മാത്രമേ ബാങ്കിൽ തിരിച്ചടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പോലീസുകാർ വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. എത്രയാണോ ലോൺ എടുത്തത് അതും അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി തിരിച്ചടക്കണം എന്നുള്ള കാര്യം പഠിച്ചോളൂ, ഓർമ്മിച്ച് വെച്ചോളൂ. ഇത്രയും കാര്യങ്ങളാണ് 5ാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. 6ാമത്തെ ആക്ടിവിറ്റി വീണ്ടും അൾജിബ്രയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 6 നോക്കാം. The numbers are given below are got by starting with 11. 11 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഡിങ് ദ നമ്പർ 9 ആൻഡ് അഗെയിൻ കൂട്ടി എഴുതുകയാണ്. ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്. 11ന്റെ കൂടെ 9 കൂട്ടിയാൽ 20, 20ന്റെ കൂടെ വീണ്ടും 9 കൂട്ടിയാൽ 29, 29ന്റെ കൂടെ വീണ്ടും 9 കൂട്ടിയാൽ 38. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 2-digit നമ്പർ among ദീസ് നമ്പേഴ്സ്? ലാർജസ്റ്റ് 2-digit നമ്പർ ഏതായിരിക്കും? അത് കണ്ടുപിടിക്കാൻ എന്താ എളുപ്പവഴി? ഇവിടെയുള്ള ഓരോ നമ്പറിൻ്റെയും അടുത്തുള്ള 9ന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതി. 11ന്റെ അടുത്തുള്ള 9ന്റെ മൾട്ടിപ്പിൾ ഏതാ? 9. അതിനോട് 2 കൂട്ടിയാലല്ലേ 11 കിട്ടുക. 20ന്റെ ആണെങ്കിലോ അടുത്തുള്ള മൾട്ടിപ്പിൾ ആരാ? 18. 18നോട് 2 കൂട്ടിയാലല്ലേ 20 കിട്ടുക. അതേപോലെയോ 29. 29ന്റെ അടുത്തുള്ള മൾട്ടിപ്പിൾ ആരാ? 27 അല്ലേ? 9 3 27. അതിൻ്റെ ഒപ്പം 2 കൂട്ടിയാലല്ലേ 29 കിട്ടിയേ. 38ൻ്റെയോ 9 4 36. 36ൻ്റെ ഒപ്പം 2 കൂട്ടിയപ്പോൾ 38 കിട്ടി. അപ്പോൾ 3-digit നമ്പർ എത്തുന്നതിന് മുന്നേ ഉള്ള 9ന്റെ മൾട്ടിപ്പിൾ ആരാണെന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നോക്കിയേ, നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ അങ്ങനെയുള്ള നമ്പർ ആരാ വരിക? 92 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ. കാരണം എന്തുകൊണ്ടാണ്? 90 വരെ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 10 × 9 90 ആണ്. അതിൻ്റെ കൂടെ 2 കൂട്ടണം. ഇവിടെയൊക്കെ 2 അല്ലേ കൂട്ടിയേ, ഇവിടെയും 2 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടുക? 92 ആണ് നമുക്ക് ആൻസർ കിട്ടുക. എന്തുകൊണ്ടാണ് 99 ഒന്നും എടുക്കാൻ പറ്റാത്തത്? 99 ഒന്നും എടുക്കാൻ പറ്റാതെ 99 9ന്റെ മൾട്ടിപ്പിളാണ്. പക്ഷെ 2 കൂട്ടുമ്പോൾ എന്തായിട്ട് മാറിപ്പോവും? 101 ആയിട്ട് മാറിപ്പോവും. അത് 3-digit ആയിട്ട് മാറിപ്പോവും. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ആൻസർ എത്ര വരിക? 92. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് നമ്പർ ദീസ് ബൈ 9? അതിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റിമൈൻഡർ എത്ര വരിക? 11നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? ഈ കൂട്ടിയ സംഖ്യ തന്നെയല്ലേ റിമൈൻഡർ വരിക. അപ്പോൾ ഒരു 2 തന്നെയായിരിക്കും. ചെയ്ത് നോക്കിയാൽ വേണമെങ്കിൽ. ഈസ് 200 ഈസ് എ നമ്പർ എമംഗ് ദീസ്? 200 ഇതിലൊരു നമ്പർ ആണോ? അത് ഹരിച്ചു നോക്കിയാൽ മതി. 200 ഡിവൈഡ് ബൈ 2 സോറി 9 2 അല്ല 9. 9 കൊണ്ട് ഹരിച്ചിട്ട് റിമൈൻഡർ 2 തന്നെ വരുന്നുണ്ട് നോക്കിയാൽ മതി. 20 എത്ര ടൈംസ് പോവും? 2 ടൈംസ്. 9 2 18. 18 2 20 ബാക്കി എത്ര ടൈംസ് പോവും? 20ൽ 2 തവണ. 9 2 18. റിമൈൻഡർ 2 തന്നെ വരും. അപ്പോൾ 200 ഒരു ഭാഗമാണോ? യെസ്, ഇതിൻ്റെ ഭാഗമാണ്. കാരണം റിമൈൻഡർ 2 തന്നെ വന്നിട്ടുണ്ട്. റൈറ്റ് ദ കോമൺ ഫോം ഓഫ് ദീസ് നമ്പേഴ്സ് യൂസിങ് അൾജിബ്ര. ഈ നമ്പേഴ്സിൻ്റെ കോമൺ ഫോം എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. 9 ആണ് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് 11 കിട്ടാൻ 9ന്റെ കൂടെ 1 കൂട്ടുക അല്ലേ? പിന്നെ അടുത്ത നമ്പർ ആരായിരുന്നു? 20. 20 കിട്ടാൻ എന്താ ചെയ്തത്? 2 × 9 ആയിരുന്നില്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്? സോറി 9 കൊണ്ട് 2 അല്ലേ കൂട്ടിയെ? 1 അല്ല 2. ഇവിടെ മാറിപ്പോയതാണ്. 9ഉം 2ഉം ആണ് 11. ഇവിടെ 2 × 9 + 2
9 2 18 2 20. പിന്നെയോ 3 × 9 + 2 അല്ലേ ചെയ്തേ. 9 3 27 28 29. ശരിയല്ലേ? നോക്കണേ, പാറ്റേൺ ശരിയല്ലേ നോക്കണേ. 11 20 29. അടുത്തയോ 4 × 9 9 4 36 + 2 36 2 38. ശരിയല്ലേ? 38 അല്ലേ ഇവിടെ നമ്പർ? യെസ്. ഇവിടെ നോക്കിയേ, ഇവിടെയാണ് മാറ്റം ഉണ്ടാവുന്നത്. 1 2 3 4 ഉണ്ടാവുന്നത് ഇവിടെയാണ്. അതിനെ n എന്ന് വിളിച്ചു കഴിഞ്ഞാൽ n × 9 + 2. ഒന്നും കൂടി വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് ഉത്തരം കിട്ടും? എന്താണ് ആൻസർ വരിക? n × 9 എന്ന് വെച്ചാൽ എന്താണ്? 9n + 2. അതാണ് ഉത്തരം. വേർ n is equal to 1, 2, 3, 4 etc. എന്ന് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അത് അൾജിബ്രയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. 7ാമത്തെ ചോദ്യം നോക്കാം. Among the set of numbers given below, which set of numbers can be the sides of a right angle triangle സൈഡ് ആകണമെങ്കിൽ നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈതഗോറസ് തിയറം പഠിക്കാതെ പോകരുത്. അതിലുള്ള മുഴുവൻ ഇക്വേഷൻസും പഠിച്ചോണം. ഹൈപ്പോട്ടിനസ് ഈസ് ഈക്വൽ ടു എന്താണ്? √(base² പ്ലസ് അതേപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അതേപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു √(hypotenuse² മൈനസ് base² ആണ്. അല്ലെങ്കിൽ ബേസ് ഈസ് ഈക്വൽ ടു √(hypotenuse² മൈനസ് ആൾട്ടിറ്റ്യൂഡ്² ആണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ചെറുത് 2 കൂട്ടിയാൽ വലുതിൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ക്ലാസ്സിൽ ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അത് നോക്കിയാൽ മതി. ഉദാഹരണമായിട്ട് 3 4 5 3 4 5 ഇത് സ്ക്വയർ ആണോ, അല്ലെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ സൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ 2 വശങ്ങളുടെ സ്ക്വയർ എടുക്കുക. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 16 9 കൂടി കൂട്ടിയാൽ എത്രയാണ്? 25. 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ അല്ലേ? 5ന്റെ സ്ക്വയർ 25 അല്ലേ? അപ്പം അതുകൊണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ സൈഡ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. വീണ്ടും പറയുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. The adjacent side of a rectangle are 8 cm and 3 cm. What is the area of the square drawn from the diagonal of the rectangle? ആ റെക്ടാങ്കിളിൻ്റെ ഡയഗണൽ ഉപയോഗിച്ച് വരച്ച ഒരു റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നല്ല ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സാധാരണ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് വേണമെങ്കിൽ ജസ്റ്റ് വരച്ചു നോക്കി നിങ്ങൾക്ക് വേഗം ഉത്തരം കിട്ടും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്, നിങ്ങൾ വരക്കും വൃത്തിയിൽ വരക്കണേ. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആർ 8 cm and 3 cm. ഇത് 8ഉം ഇത് 3 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഡ്രോൺ ഫ്രം ദ ഡയഗണൽ ഓഫ് ദ റെക്ടാംഗിൾ? ഡയഗണൽ ഉപയോഗിച്ചത്, ഇതാണ് ഡയഗണൽ. ഇത് ഉപയോഗിച്ച് വരക്കുന്ന ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ കണ്ടുപിടിക്കാൻ ഒരു സൈഡ് കണ്ടുപിടിക്കണം. പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് തിയറം എല്ലാത്തിനും ചോദിക്കും. എങ്ങനെ എവിടെ കണ്ടുപിടിക്കുക? ഹൈപ്പോട്ടനസ് എങ്ങനെ കണ്ടുപിടിക്കുക? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് സ്ക്വയർ എടുത്താൽ മതി. ഇവിടെ എന്താ കിട്ടുക? √(hypotenuse is equal to √(base square പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു √(base square എത്രയാണ്? ബേസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 8 എത്രയാണ് കിട്ടുക? 64. നിങ്ങൾ നോക്കിയാൽ മതി, ചെയ്ത് നോക്കിയാൽ മതി. 9ഉം 8 എത്രയാണ്? 8 അല്ലേ? ഇവിടെ ബേസ് ഹൈറ്റ് 8 അല്ലേ? 8ന്റെ സ്ക്വയർ 64. √64 പ്ലസ് 9 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 73. √73 കിട്ടും. അതാണ് ഹൈറ്റ്. ആണ് അല്ലെങ്കിൽ ഹൈറ്റ് അല്ല, ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇതെത്രയാണ്? √73 ആണ്. ഇത് √73 ആണെങ്കിൽ എല്ലാ വശവും √73 ആയിരിക്കും അല്ലേ? കാരണം സ്ക്വയർ അല്ലേ? എല്ലാ വശവും √73 ആയിരിക്കും. 33 അല്ല 73. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താണ്? ഏരിയ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ലെങ്ത് എത്രയാണ്? √73. വിഡ്ത്ത് എത്രയാണ്? √73. √73 ഗുണിച്ചാൽ ഉത്തരം 73. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാത്തവർ പഠിച്ചോണേ. റൂട്ടും വരുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കള്ളിലാക്കി പഠിച്ചോളെ. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ ഉത്തരം 2 തന്നെയാണ് എന്നുള്ള പ്രോപ്പർട്ടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ √x ഇൻറ്റു √x എന്ന് വെച്ചാൽ ഉത്തരം x തന്നെയാണ്.
കാരണം റൂട്ടും സ്ക്വയർ എടുക്കുമ്പോൾ ക്യാൻസൽ ആവും. ഇത് പ്രോപ്പർട്ടി ആയിട്ട് പഠിപ്പിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോണം. ഓക്കെ ആണല്ലോ? ഓക്കെ. The figure shows a drawing a plot. What is the area of the square shaped plot given in the figure? What is the total area of the plot? എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ഫിഗർ ഞാൻ ഇതൊന്ന് അയക്കുന്നുണ്ടേ. നിങ്ങൾ എന്നിട്ട് എഴുതിയെടുക്കേണ്ടിരുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നോട്ടൊന്ന് എഴുതിയെടുത്താൽ മതി. ഞാൻ ഇതൊന്ന് മയക്കുന്നുണ്ട്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, ബാക്കിയുള്ള പ്ലോട്ടിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യം ഏറ്റവും എളുപ്പം, ഇത് ഇവിടെ നിങ്ങൾ നീട്ടി വരച്ചാൽ മതി. ഇങ്ങനെ നീട്ടി വരച്ചാൽ മതി. ഇത് സംഭവിക്കും, ഇത് 3 മീറ്റർ ആണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ഭാഗം എന്തായിരിക്കും? ബാക്കി 5 ആയിരിക്കുമല്ലോ. 5 3 ആണല്ലോ 8. ഇപ്പോൾ ഇത് 5 കിട്ടി, ഇത് 12 തന്നെ ആയിരിക്കും, നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ എന്താ സംഭവിക്കുക? ഈ ഭാഗം ഹൈപ്പോട്ടിനസ് അല്ലേ, എച്ച് അല്ലേ, ഹൈപ്പോട്ടിനസ് അല്ലേ, അതിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. സാധാരണ പഴയ ഇക്വേഷൻ വെച്ച് തന്നെ കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ എ പ്ലസ് അൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. റൂട്ട് ഓഫ് ഹൈപ്പോട്ടിനസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എത്രയാണ്? ബേസ് 12 ആണ്. 12ൻ്റെ സ്ക്വയർ നിങ്ങൾ നോക്കിയാൽ മതി, 144 ആണ്. പ്ലസ് അൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 5 അല്ലേ? 5ൻ്റെ സ്ക്വയർ 25 ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾ 25 കൂട്ടിയാൽ എത്ര കിട്ടും? റൂട്ട് ഓഫ് 169 കിട്ടും. റൂട്ട് 169 വെച്ചാൽ 169 ആരുടെ റൂട്ടാണ്? ഓർമ്മയുണ്ടാവും. 169 വെച്ചാൽ ലാസ്റ്റ് 3 വരുന്ന നോക്കിയാൽ മതി, 13ൻ്റെ റൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കിട്ടി എത്രയാണ്? 13 ആണ്. അപ്പോൾ എല്ലാ വശവും എത്ര തന്നെയായിരിക്കും? 13 തന്നെ ആയിരിക്കും. എല്ലാ വശവും 13 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാണ്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ലെങ്ത് എത്രയാണ്? 13. വിഡ്ത്ത് എത്രയാണ്? 13. 13 × 13 169. അത് മനസ്സിലായല്ലോ? ഇനി ടോട്ടൽ ഏരിയയുടെ ടോട്ടൽ ഫിഗറിൻ്റെ ഏരിയ ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ട്? 3 ഏരിയസ് ഇതിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. സ്ക്വയറിൻ്റെ കണ്ടുപിടിച്ചു, ഇനി ഈ ഏരിയനെ കണ്ടുപിടിക്കണം, ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കണം, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കുക? ഹാഫ് ബി എച്ച് അല്ലേ? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? 12. ഹൈറ്റ് എത്രയാ? 5. ഇപ്പം എത്ര കിട്ടുക? 12 2 കൊണ്ട് ഹരിച്ചാൽ 6, 5 6 30. അത് 30 കിട്ടി. ഓക്കെ. ഇനി ഇതിൻ്റെ ഈ പ്ലോട്ടിൻ്റെ കണ്ടുപിടിക്കണ്ടേ? ഈ പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ? അത്ര വരിക? ഇത് 3 വരിക, ഇത് 12 തന്നെ വരിക. എത്ര വരിക? ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയ, ഇത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ലെങ്ത് എത്രയാണ്? 12 ആണ്. ഇൻറ്റു 3 എത്ര കിട്ടുക? 36. അപ്പോൾ ടോട്ടൽ ഏരിയ എത്ര വരിക? ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. എന്തൊക്കെ കൂട്ടണം? ഇവിടെയുള്ള 169 കൂട്ടണം. 169 പ്ലസ് ചെയ്ത് നോക്കിയാൽ മതി 30. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 30 പ്ലസ് ഇപ്പോൾ ചെയ്താൽ 36. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 235 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഈ പ്രോപ്പർട്ടിയുടെ മുഴുവൻ ഏരിയ, ഇത് ഇവിടെയുള്ള മുഴുവൻ പ്രോപ്പർട്ടിയുടെ ഏരിയ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 235 എന്ന് പറയുന്നത്. അതിൽ ഓരോ ഭാഗം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? 8ാമത്തെ ആക്ടിവിറ്റി പൈ ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ്. നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ അതിലില്ല. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് ദ കോൺ? ടോട്ടൽ പ്രൊഡക്ഷനിൽ എത്ര ശതമാനമാണ് കോൺ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതുവെല്ലാം കൂട്ടി വയ്ക്കുകയാണ്. 40ഉം 40ഉം ഇവിടെയുള്ള 40, 25, 15, 15 എല്ലാം കൂടി കൂട്ടിയിട്ട് എത്രയാണോ ബാക്കിയുള്ളത്, 100 കിട്ടാൻ എത്രയാണോ ബാക്കിയുള്ളത് അത് നോക്കിയാൽ മതി. ഒന്നും പറയേണ്ട കാര്യമില്ല, വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് റൈസ് ആൻഡ് വീറ്റ്? റൈസ് എവിടെ? 15 ആണ്. വീറ്റ് എവിടെ? 40. എത്ര ശതമാനമാണ്? ഡിഫറൻസ് ആണ് വരുന്നത്. അത് രണ്ടും കൂടി കുറക്കുക, അതിൻ്റെ പെർസെൻറ്റേജ് കുറച്ചാൽ മതി. ഞാൻ പറയേണ്ട, എളുപ്പമാണ്. If the total production is in the state is 4,800 tons in the state, how much ton is the produced wheat? Wheat എത്ര ടൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? വീറ്റ് നോക്കിയാൽ 40% വീറ്റ് ആണ്.
അപ്പോൾ 4800-ന്റെ 40% കണ്ടുപിടിക്കണം. അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. 4800-ന്റെ 40%, 0.000 ബാക്കി 480-നെ 4 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടും. ചെയ്തോളൂ. In the pie chart, what is the central angle of the part showing the production of the sugarcane? Sugarcane എടുത്തു. ഷുഗർക്കെയിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 25% എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിൾ എത്രയാണ്? സെൻട്രൽ ആംഗിൾ ഓഫ് ദ പാർട്ട് ഷോയിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ കെയിൻ 365 ടോട്ടൽ ഡിഗ്രി. ടോട്ടലും 365 360 ഡിഗ്രി. 360-ന്റെ 25% എത്രയാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. 0 ക്യാൻസൽഡ്. പിന്നെ ഏതൊക്കെ ഹരിക്കാൻ പറ്റുക? 36-നെ 25 കൊണ്ട് ഗുണിച്ചിട്ട് ആ ഉത്തരത്തെ എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 10 കൊണ്ട് ഹരിച്ചാൽ. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം വളരെ സ്പെസിഫിക് ആയിട്ട് കിട്ടും. 36-നെ 25 കൊണ്ട് ഗുണിച്ചാൽ 900 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 90 ഡിഗ്രി. ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പൈ ചാർട്ടിൻ്റെ എടുക്കുന്ന മറ്റ് ക്വസ്റ്റ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് നമുക്ക് നോക്കാം, എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ള നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 8ാമത്തെ ആക്ടിവിറ്റിയാണ്. ഇനിയില്ല, കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക്, ഞാൻ പറഞ്ഞില്ല, പരീക്ഷയ്ക്ക് കയറുമ്പോഴും എല്ലാ പരീക്ഷയ്ക്കും പറയുന്നതാണ്, കയറുമ്പോഴും മുഖം എങ്ങനെയായിരിക്കണം? വളരെ ഹാപ്പി ആയിട്ടായിരിക്കണം. ഇറങ്ങുമ്പോഴും മുഖം എങ്ങനെയായിരിക്കണം? വളരെ ഹാപ്പി ആയിട്ടായിരിക്കണം. എങ്ങനെ ആകാൻ പാടില്ല? ഇതുപോലെ ആയിട്ട് ഇറങ്ങി വരാൻ പാടില്ല. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നല്ല രീതിയിൽ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നല്ല മക്കളാണ്. ഇനി ഭാവിയിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.